സാറിൻ്റെ അവതരണം വളരെ ഇമ്പ്രസീവായിരുന്നു. താങ്ക് യു. ഡോക്ടർ അഗസ്റ്റ്യൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞു വളരെ പാണ്ഡിത്യമുള്ള ആളാണ്, വളരെയധികം പബ്ലിക്കേഷനുള്ള ആളാണ് എന്നൊക്കെ ഫാദർ അഗസ്റ്റ്യൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% കറക്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. വളരെ നല്ലത്. സാറിൻ്റെ അറിവ് വളരെ അഗാധമാണ്, അതുപോലെ തന്നെ വളരെ വിസ്തൃതമാണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ടും ചിന്തിച്ചിട്ടുള്ളതായിട്ടും സ്വന്തമായിട്ടൊരു അഭിപ്രായമുള്ള വ്യക്തിയായിട്ടുമാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഞാൻ 2-3 അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ഈ സമയത്ത്, ഒത്തിരി അധികം സമയമായല്ലോ. അതുകൊണ്ട് ആദ്യത്തെ ഒരു ചെറിയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സാറ് ഈ ബിഗ് ബാങ് തിയറിയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ബിഗ് ബാങ് തിയറിയുടെ ഒറിജിനെ പറ്റി, ഉത്ഭവത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ പറ്റി പറഞ്ഞു. 1920 ആണ് അതിനെ പറ്റിയുള്ള ഗവേഷണങ്ങൾ നടത്തുന്നത്. അത് എഡ്വിൻ ഹബിളിൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്നാണ് ഗാലക്സികൾ അകന്നു പോയിട്ടായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ ജനറൽ തിയറി അനുസരിച്ചിട്ട് തിരിച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെൻസ് സ്റ്റേറ്റിൽ നിന്നുണ്ടായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. Okay, that is perfectly correct, but my point is slightly different. It's a small historical point only, and that is this, this Hubble has been doing this all this thing, and he got plenty of data. Correct. But he had no theory. Correct. He did not have any theory. Correct. He was basically an experimental scientist. Correct. And also this that a Russian ഹബിൾസ് കോൺസ്റ്റന്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, ഹബിൾ കോൺസ്റ്റന്റ് അല്ല, ഒരു റഷ്യൻ അലക്സാണ്ടർ ഫ്രീമാൻ അദ്ദേഹം ഇത് സോൾവ് ചെയ്തായിരുന്നു. അദ്ദേഹത്തിന് 3 ആൻസേഴ്സ് കിട്ടി. ഒന്നെങ്കിൽ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇതൊക്കെ ഫ്രീഡ്മാൻ മോഡൽസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഫ്രീഡ്മാൻ മോഡൽ. ആ സമയത്ത് വേറൊരാളുകൾ ഇതിൽ വന്നായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു തിയറിയും കൊണ്ടുവന്നു. ഫ്രൈഡ്മാൻ ഡൈഡ് വെരി യങ്, അതുകൊണ്ട് പുള്ളിക്ക് കാര്യമായി തിയറി ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല, എന്നാൽ സംഭവിച്ചില്ല. അപ്പോഴാണ് ജോർജസ് ലെമൈസ്റ്റർ വന്നത്. ലെമൈസ്റ്റർ 27 ദ ബിഗ് തിയറി ഓഫ് ദ പ്രൈമീവൽ ആറ്റം എന്നും പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് 1931 അത് പ്രസിദ്ധീകരിച്ചു ഐൻസ്റ്റൈൻ കമൻ്റ് എല്ലാം എടുത്തുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പരാമർശിച്ചില്ല. അത് കഴിഞ്ഞിട്ട് 1920 നിന്നും ജമ്പ് ചെയ്ത 50 ഒരു പ്രൈമേവൽ ആറ്റത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഈ ബിഗ് ബാങ്ങിൻ്റെ ഒരു തുടക്കമുണ്ടായത്, പ്രപഞ്ചത്തിൻ്റെ തുടക്കമുണ്ടായതെന്നുള്ള ആശയം അവതരിപ്പിച്ചത് ജോർജ് ലെമാത്രെ തന്നെയാണ്. അതിൽ നിന്നാണ് പിന്നീട് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ജോർജ് ഗാമോ, അതെ, അവരാ ഒരു തിയറി അഡോപ്റ്റ് ചെയ്തു. അതെ, പിന്നീട് അത് ഫ്രെഡ് ഹോയിൽ കളിയാക്കി വിളിച്ചതാണ് ഈ ബിഗ് ബാങ്. ശരിക്കും അത് കളിയാക്കി വിളിച്ച പേര് അത് അങ്ങ് സ്ഥാപിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് തിയറി ആയിരുന്നു. പ്രപഞ്ചം ഒരേപോലെ നിലനിൽക്കുകയും ഇടയ്ക്കിടയ്ക്ക് ദ്രവ്യമുണ്ടാകുകയും ചെയ്യുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെയും അലക്സാണ്ടർ ഫ്രീഡ്മാൻ്റെയൊക്കെ ആശയങ്ങൾക്ക് ശേഷം പ്രപഞ്ചം ഒരു ചെറിയ ഇടത്ത് നിന്നാണ്, അതായത് ഒരു പ്രൈമേവൽ ആറ്റത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ജോർജ് ലെമാത്രയാണ്. അപ്പോൾ പിന്നീട് ആ ആശയം വിപുലീകരിച്ചുകൊണ്ട് ജോർജ് ഗാമോ തുടങ്ങിയിട്ടുള്ള, ഹാൻസ് ബേത്തെ തുടങ്ങിയുള്ള റാൽഫ് ആൽഫർ തുടങ്ങിയിട്ടുള്ള ഗവേഷകർ അതിന് ഉപോത്ബലകമാകുന്ന പല ആശയങ്ങളും അതിൽ കൂട്ടിച്ചേർക്കുകയും ബിഗ് ബാങ് ന്യൂക്ലിയോസിന്തസിസ്, അതായത് അവിടെ നിന്നും കണങ്ങളുണ്ടാകുകയും ആണവകേന്ദ്രങ്ങളുണ്ടാകുകയും ചെയ്തതിൻ്റെയൊക്കെ കണക്കുകൂട്ടലുകൾ നടത്തുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള കണക്കുകൂട്ടലുകളിൽ ആണ് ഈ 2.7 കെൽവിൻ, അന്ന് 5 കെൽവിനാണ് താപനിലയുള്ള വികിരണം പ്രപഞ്ചമെങ്ങും നിലനിൽക്കുന്നു എന്ന് അവർ അനുമാനിച്ചത്. അതാണ് പിന്നീട് ശരിയായിട്ട് തെളിഞ്ഞത്. 1964 നമ്മുടെ ബെൽ പരീക്ഷണശാലയിൽ ആർണോ പെൻസിയാസ്, റോബർട്ട് വിൽസൺ എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞർ ഹോൺ ആൻറ്റിന പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൻറ്റിന ഏത് ഭാഗത്ത് തിരിച്ചാലും കിട്ടുന്ന ഒരു വികിരണം ആദ്യം അവർക്ക് മനസ്സിലായില്ല എന്താണെന്ന്.
ആദ്യം വിചാരിച്ച പ്രാവുകളുടെ ഒരു എന്തെങ്കിലും ഇതാണെന്ന് മനസ്സിലായി. പിന്നീടാണത് ഇങ്ങനൊരു സാധ്യത അവർക്ക് ബോധ്യം വന്നത്. അവർക്ക് അതൊരു വലിയൊരു കണ്ടെത്തലാണ്, മാനവരാശിയുടെ വലിയൊരു കണ്ടെത്തലാണ് 1964 നടന്നത്. അതിനുശേഷം ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി, ബഹിരാകാശത്തുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി നാസയും 2 ഉപഗ്രഹങ്ങൾ വഴി അവർ കണ്ടുപിടിച്ചു. കോബെ WMAP എന്ന് പറയുന്ന 2 ഉപഗ്രഹങ്ങൾ. ഇന്നും അതേക്കുറിച്ചിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി അയച്ച ഉപഗ്രഹത്തിന് നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു സമ്പൂർണ്ണ ചിത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ ലംബുകളുണ്ട്, ചില സ്ഥലത്ത് വോയിഡുകളുള്ള ഒരു പ്രപഞ്ചം. പക്ഷേ പ്രപഞ്ചവിജ്ഞാനീയ തത്വം അനുസരിച്ച്, കോസ്മോളജിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഏകസമാനവും സജാതീയവുമായിട്ടുള്ള ഒരിടമാണ് പ്രപഞ്ചം എന്നുള്ള നമ്മുടെ ആശയത്തെ ദൃഢീകരിക്കുന്ന ഒന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ചിത്രങ്ങൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയൊരു നേട്ടം തന്നെയാണ് മാനവരാശിയുടെ. എനിക്കിപ്പോഴും പറയാനുള്ളത് കോസ്മോളജി എന്ന് പറയുന്നത് ബാല്യ ശാഖ, ഇൻഫാൻസിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയധികം പുരോഗമിച്ചു സാങ്കേതികതയുടെ സഹായത്തോടെ. ഇനി അടുത്തതെന്ന് പറയുന്നത് കണികാ ഭൗതികത്തിലെ പാർട്ടിക്കിൾ ഫിസിക്സിലെ കണ്ടെത്തലുകളായിരിക്കും നമുക്ക് ഒബ്സർവേഷണൽ എവിഡൻസ് കൂടെ കണികാ ഭൗതികത്തിലെയും കണ്ടെത്തലുകൾ നമുക്ക് ധാരാളം മുന്നേറ്റങ്ങൾക്ക് കാരണമാകും ഈ ഫീൽഡിൽ. അപ്പോൾ അതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഈ 1 നൂറ്റാണ്ട് കാലം മുമ്പുണ്ടായിട്ടുള്ള ആശയങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെയും ഫ്രീഡ്മാൻ്റെയും ജോർജ് ലെമാത്രയുടെയൊക്കെ ആശയങ്ങളാണ്. അതിന് ഉപോത്ബലകമായത് എഡ്വിൻ ഹബിളിൻ്റെ കണ്ടെത്തലും. ഞാൻ വേറൊരു സബ്ജക്റ്റിനെ പറ്റി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് സാറ് പറഞ്ഞതനുസരിച്ച് സാറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എനിക്ക് തോന്നിയത് ഈ നമ്മുടെ ഈ യൂണിവേഴ്സാണ്. നമ്മുടെ യൂണിവേഴ്സ് ഇപ്പം ടോപ്പ് ഡൗൺ കോസ്മോളജി എടുത്താലും എന്തെടുത്താലും സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ യൂണിവേഴ്സാണ്. ഈ യൂണിവേഴ്സ് എവിടെ നിന്ന് വന്നു? അതിനെപ്പറ്റി അല്ല, നമ്മളെല്ലാം വി ആർ ഓൾ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ്. ദാറ്റ്സ് ഓക്കെ. ഈ യൂണിവേഴ്സ് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ വി ആർ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ്. ഇത് നിലനിൽക്കുന്ന ഒരു ഇടമാണ്. നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റുപാടും, ഇപ്പം ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ മുറി, അല്ലെങ്കിൽ എൻ്റെ വീട്, അല്ലെങ്കിൽ എൻ്റെ വാഹനം എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക ഒരു യൂണിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു പ്രദേശം, അല്ലെങ്കിൽ ഒരിടം, അല്ലെങ്കിൽ ഒരു വസ്തു, അതിനപ്പുറം മറ്റു വസ്തുക്കൾ, മറ്റിടങ്ങൾ എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകുന്നു. യൂണിവേഴ്സിന് അങ്ങനെ ഇല്ല. കാരണം അതൊരു സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ഇടമാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ യൂണിവേഴ്സ് സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കാം, പക്ഷേ സെൽഫ് മെയ്ഡ് ആണോ? സെൽഫ് മെയ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സെൽഫായിട്ടുണ്ടാകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് എന്ത് പറയും? ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും ആപ്ലിക്കബിൾ ആണ്. ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് പറയും നത്തിങ് ക്യാൻ കം. Where did it come? അല്ല, ഇതിനകത്ത് അല്ല, അത് സ്വമേധയാ ഉത്ഭവിക്കാനുള്ള സാധ്യതകളെല്ലാം പ്രപഞ്ചത്തിനുണ്ട്. അല്ല, ഇതിനകത്ത് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് ഫിസിക്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ക്വാണ്ടം ഫോമിൽ നിന്നും ഇത്തരത്തിലുള്ള ഉത്ഭവങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കുറച്ചുകൂടി ആഴ്ന്നിറങ്ങി പോയി കഴിഞ്ഞാൽ ഞാൻ പറയാം. അതായത് പ്രപഞ്ചം എന്ന് പറയുന്ന പ്രദേശം, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ച പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ദൃഷ്ടിയിലുണ്ടാകുന്ന പ്രപഞ്ചമാണ്, അല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഫോട്ടോണുകൾ, നമ്മളിപ്പോൾ ദൃഷ്ടിയിൽപ്പെടുന്ന ഫോട്ടോണുകൾ വെച്ചിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് സങ്കല്പം രൂപീകരിച്ചിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഉപകരണങ്ങൾ വെച്ചിട്ടുള്ള കണ്ടെത്തലുകൾ, അതായത് നമ്മുടെ ഉപകരണങ്ങളിൽ വന്നെത്തുന്ന വികിരണങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ആശയങ്ങളാണ് നമ്മൾ വിപുലീകരിച്ചിട്ടുള്ളത്. പ്രപഞ്ചത്തിന് മറ്റ് പല മാനങ്ങളുമുണ്ട്. മാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഡയമെൻഷൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, റിയലായിട്ടുള്ള മാനങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് ശൂന്യമായ പ്രദേശം എന്ന് പറയുന്ന പ്രപഞ്ചത്തിൽ ശരിക്കും ഒരു തരത്തിലുള്ള ശൂന്യമായ പ്രദേശമല്ല ഉള്ളത്. ദ വാക്യൂം ഈസ് ഡിഫറെൻറ്റ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാക്യൂം. ഒരു വാക്യൂമിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അവിടെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കാണുന്ന കണങ്ങളും മറ്റുമൊക്കെ നിലനിൽക്കുന്നത് ഒരു പാളിയിൽ മാത്രമേ ഉള്ളൂ, ഒരു വാക്യൂം ഘടകത്തിൽ മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് ഈ ഹിഗ്സ് ബോസോണും ഒക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള പാളിയിൽ നിന്നാണ് ഹിഗ്സ് ബോസോണും ഒക്കെ ഉണ്ടാകുന്നത്. അനേകം പാളികൾ താഴോട്ടുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റുണ്ട്. അപ്പോൾ സെൽഫ് മെയ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാക്യൂം പാളിയിൽ നിന്നും അതിന് ഉത്ഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണ് ഹിഗ്സ് ബോസോൺ ഉണ്ടാകുന്നത്, മാസ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതായത്
ദ്രവ്യമാനം ഉണ്ടാകുന്നത് ഹിഗ്സ് ബോസോണിൽ നിന്നാണ്. അപ്പോൾ അത് സെൽഫ് മെയ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിഗ്സ് ബോസോണാണ് അതിന് കാരണം. ഹിഗ്സ് ബോസോൺ എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഗ്സ് ബോസോൺ ഓൾറെഡി ഉണ്ട്. അതെവിടെ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. ഈ സ്പേസ് ടൈം സ്ട്രക്ചറിൽ തന്നെ ഹിഗ്സ് ബോസോൺ നിലനിൽക്കുന്നുണ്ട്. അത് ദ്രവ്യമാനമുള്ള ഘടകങ്ങളിൽ അത് ഇൻട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങളിൽ ദ്രവ്യമാനം ഉണ്ടാക്കുന്നു. അതല്ലാതെയുള്ള മറ്റ് ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെ ഘടകങ്ങളാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതാണ് ഈ പാർട്ടിക്കിൾ കൊളൈഡറുകളിൽ നമ്മൾ അത്യൂർജ്ജത്തിൽ പാർട്ടിക്കിൾസിനെ കൂട്ടിയിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ വാക്യൂം ഡീകെ എന്ന് പറയുന്നിട്ടുള്ള ഒരു പ്രതിഭാസം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വാക്യൂം ഡീകെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ഒരു തുണി വലിച്ചു കീറുന്ന രീതിയിൽ ഒറ്റ നിമിഷം കൊണ്ടില്ലാതാവും. ഒരു നിമിഷമെന്നല്ല, അപ്പോൾ തന്നെ ആ ഒരു തത്സമയം തന്നെ ഇല്ലാതാകും. അതായത് ആ വാക്യൂം ഈ നിലനിൽക്കുന്ന എല്ലാ പ്രദേശവും ഒരു സെക്കൻഡിനകം ഇല്ലാതായിട്ട് മറ്റ് ഒരു അവസ്ഥയിലേക്ക് പോകും. അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു ഘടകമായി മാറും. ഇപ്പോൾ സാറ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഒരു പദാർത്ഥത്തിൽ നിന്ന് വേറൊരു പദാർത്ഥത്തിലേക്ക് മാറ്റം വരാം. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ആദ്യത്തെ പദാർത്ഥം എവിടെ നിന്ന് വന്നു? സിംഗുലാരിറ്റി എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് വിവരിക്കാനായിട്ടുള്ള ഭൗതിക തത്വങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. വെൽ, സിംഗുലാരിറ്റി പോട്ടെ, സിംഗുലാരിറ്റിയെ പറ്റി നമുക്ക്, സിംഗുലാരിറ്റിയുടെ നേച്ചറിനെ പറ്റി നമുക്ക് അറിയത്തില്ലായിരിക്കും. സിംഗുലാരിറ്റിയുടെ അസ്തിത്വത്തെ പറ്റി നമുക്കറിയണം. അതെവിടെ നിന്ന് വന്നു? സ്പേസ് എന്ന് ഞാൻ പറയട്ടെ, സ്പേസ് എന്ന് പറയുന്നത് വളരെ ഊർജ്ജസ്വലമായ ഒരു ഇടമാണ്. സ്പേസ് എന്ന് പറയുന്നത് എംപ്റ്റി സ്പേസ് അല്ല. മനസ്സിലായി. സ്പേസ് ഇസ് നോട്ട് എംപ്റ്റി. സ്പേസിനകത്ത് നിന്നാണ് കണങ്ങളുണ്ടാകുന്നത്. കണങ്ങളും പ്രതികണങ്ങളും ഉണ്ടാകുന്നത് സ്പേസിൽ നിന്ന് തന്നെയാണ്. ഇത് അനിഹിലേറ്റ് ചെയ്ത് പോകുന്നതും സ്പേസിലേക്ക് തന്നെയാണ്. സ്പേസ് ഇസ് ഫിൽഡ് അപ്പ് വിത്ത് എനർജി. വെർച്വൽ പാർട്ടിക്കിൾസും ഉണ്ടാകുന്നത് സ്പേസിൽ നിന്നാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഫോട്ടോൺ ഇലക്ട്രോണിൽ നിന്ന് ഉത്സർജനം ചെയ്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോൺ. അത് ഒരു മെറ്റാലിക് പാർട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിൽ പതിക്കുകയാണ്. ആ ഫോട്ടോൺ എങ്ങനെയാണ് ഇലക്ട്രോൺ തിരിച്ചറിയുന്നത്? ഇലക്ട്രോൺ തിരിച്ചറിയുന്നത് അതിന് ചുറ്റും വെർച്വൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഫോട്ടോണിന് ചുറ്റും, അല്ലെങ്കിൽ ഫോട്ടോൺ അറിയാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടല്ല ഇലക്ട്രോണിലേക്ക് കയറുന്നത്. അതിന് ഊർജ്ജ നിലവാരം മാറ്റി അടുത്ത ഉയർന്ന ഊർജ്ജ നിലവാരത്തിലേക്ക് പോകുന്നത് നേരിട്ടല്ല. അതിനറിയാം, കാരണം അതിന് വെർച്വൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു ലോക്ക് ആൻഡ് കീ അറേഞ്ച്മെൻറ്റിൽ ഫോട്ടോണിലുള്ള വെർച്വൽ പാർട്ടിക്കിൾസ്, ചുറ്റുമുള്ള വെർച്വൽ പാർട്ടിക്കിൾസ് ഇലക്ട്രോണുമായി ചങ്ങാത്തത്തിലാകുകയും അതടുത്ത് ഊർജ്ജ നിലവാരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഊർജ്ജം ഉത്സർജിക്കുമ്പോൾ അതുപോലെ തന്നെ ഫോട്ടോണുകൾ അവിടെ നിന്ന് ഉത്സർജിക്കപ്പെടുന്നു. ഈ വെർച്വൽ പാർട്ടിക്കിൾസ് എവിടെ നിന്നുണ്ടാകുന്നു? ഇറ്റ് കംസ് ഫ്രം നോവെയർ. ഇറ്റ് കംസ് ഫ്രം ദ സ്പേസ്. സ്പേസ് ഇസ് ടീമിങ് വിത്ത് എനർജി. അവിടെ നിന്നാണ് അതുണ്ടാകുന്നത്. സ്പേസിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നുണ്ടാകുന്നു? വെർച്വൽ പാർട്ടിക്കിൾസ് ഫോം ഫ്രം ദിസ് തിങ്, സ്പേസ് ഇറ്റ് സെൽഫ്. സ്പേസ് എന്ന് പറയുന്നത് എനർജിയുടെ മറ്റൊരു രൂപമാണ്. സോ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, എനർജി എന്നാണ് എല്ലാം വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, എനർജി എവിടെ നിന്ന് വന്നു? എനർജി ഈസ് ദെയർ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ്. ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സേസ് ഫ്രം nothing can come. അല്ല, എനർജി ഇറ്റ് ഈസ് ദെയർ. From where did it come? ഇറ്റ് ഈസ് ദെയർ. അപ്പോൾ നമുക്കിപ്പോൾ പറയാവുന്ന മറ്റേതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസി എനർജി അഡോപ്റ്റ് ചെയ്തു, അല്ല ഇൻഡ്യൂസ് ചെയ്തു എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അതിന് ഞാൻ പറയുന്ന ഇതാണ് ഹോക്കിങ്ങിൻ്റെയും പ്രോബ്ലം. ഹോക്കിങ്ങിൻ്റെ നോ ബൗണ്ടറി തിയറിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഇല്ല. ഭയങ്കര പ്രോബ്ലംസ്. അല്ല, നമുക്ക് വേറൊരു കാര്യം ആലോചിക്കണം. നമ്മൾ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ച്, സയൻറ്റിഫിക് മെത്തേഡ് അനുസരിച്ചിട്ടാണ് ഈ രീതിയിലുള്ള കൺസെപ്റ്റ്സ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്ക് എതിരഭിപ്രായങ്ങളുണ്ടാകാം. തീർച്ചയായും അതിനു വേണ്ടിയുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കോസ്മോളജിയിൽ അതിനു വേണ്ടിയുള്ള ഫ്ലെക്സിബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ എനർജി എവിടെ നിന്നുണ്ടായി, യൂണിവേഴ്സ് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. പക്ഷേ വേറെ ഇതിനകത്ത് അതിസാന്ദ്രമായ വളരെ ഡെൻസായിട്ടുള്ള ഒരു ഇടമായിരുന്നു സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലാക്ക് ഹോളിൻ്റെ സിംഗുലാരിറ്റി നമുക്ക് വിവരിക്കാൻ പറ്റില്ല. കാരണം അതിന് ഉപോത്ബലകമായിട്ടുള്ള ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ നമ്മുടെ കയ്യിലില്ല. ഞാൻ നേരത്തെയുള്ള ചർച്ചയിൽ പറഞ്ഞു, 3,80,000 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ചരിത്രം മാത്രമേ നമുക്കറിയാവൂ. അതിനു മുമ്പുള്ള ചരിത്രത്തെക്കുറിച്ച് നമുക്കറിയില്ല. കാരണം അതിനെ വിവരിക്കാൻ പറ്റുന്ന ശാസ്ത്രീയമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോസ്മോളജി ബാല്യശാഖയിലാണെന്ന്. ഇനിയും ധാരാളം കണ്ടെത്തലുകൾ നടത്താനുണ്ട്. അതിന് ബലം നൽകുന്നത് പാർട്ടിക്കിൾ ഫിസിക്സിലെ കണ്ടെത്തലുകളായിരിക്കും. ചിലപ്പോൾ ഈ ഹിഗ്സ് ബോസോൺ ആണ് നമ്മുടെ ദ്രവ്യമാനത്തിന് കാരണം എന്ന് പറയുന്ന കണ്ടെത്തൽ പോലെ തന്നെ നാളെ പലതിനുമുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും.
ഇന്നത്തെ നമ്മുടെ പല തത്വങ്ങൾക്കും അടിസ്ഥാനമാകുന്ന പല ഉത്തരങ്ങളും അതിൽ നിന്നും ലഭിക്കും. നമുക്ക് ഇപ്പോൾ ആൻസേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഇറ്റ്സ് അഗൻസ്റ്റ് ദിസ് തിങ് എന്ന് പറയാൻ പറ്റില്ല. സയൻറ്റിഫിക് പ്രോഗ്രസ് എന്ന് പറയുന്നത് തന്നെ പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ തത്വങ്ങൾക്കും ഒരുമിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് സയൻസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് സയൻസ് പ്രോഗ്രസ് ചെയ്യുന്നത്. വേറൊരു കാര്യം, വേറൊരു ക്വസ്റ്റ്യന് സാറ് പറഞ്ഞത് വളരെ വളരെ ഈ ഭൗതിക ലോകത്തെപ്പറ്റി പറഞ്ഞത് വളരെ വളരെ ക്ലിയറാണ്, വളരെ അർത്ഥവത്താണ്. പക്ഷേ വേറൊരു ലോകം കൂടിയുണ്ട്, കോൺഷ്യസ്നെസ്, വേൾഡ് ഓഫ് കോൺഷ്യസ്നെസ്, വേൾഡ് ഓഫ് സ്പിരിച്വൽ ബീയിങ്സ്, വേൾഡ് ഓഫ് ട്രൂത്ത്, വേൾഡ് ഓഫ് ഓണസ്റ്റി. ഇതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? സർ, ഇത് ബയോളജി അല്ലേ? നമ്മുടെ ഒരു എന്തും ആയിക്കോട്ടെ, ഇറ്റ്സ് എ ബയോളജി. ബേസിക്കലി ഇറ്റ് ഈസ് ബയോളജി. കാരണം ബയോളജിക്കലായിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് കെമിസ്ട്രിയിൽ വിവരിക്കാം, കെമിസ്ട്രി നമുക്ക് ഫിസിക്സിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ വിവരിക്കാം. അപ്പോൾ കോൺഷ്യസ്നെസ്സിനെ നമുക്ക് ഫിസിക്സിലെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് വിവരിക്കാനായിട്ട് സാധിക്കും. ഇതേ രീതിയിലുള്ള ഒരു ബയോളജിക്കൽ ബീയിങ്ങിൻ്റെ ഒരു എമർജൻറ്റ് ക്വാളിറ്റിയാണ് മൈൻഡും കോൺഷ്യസ്നെസ്സും. ഇപ്പോൾ ബാക്ടീരിയയ്ക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്, നിലനിൽക്കുന്നു എന്ന് പറയുന്ന അത് നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ആനയുടെ കാര്യം എടുക്കുക. ആനയ്ക്ക് ആന കോൺഷ്യസ് ആണ്, അതല്ലാതെ ഒരു ഓട്ടോമാറ്റിക് ബീയിങ് അല്ല ആന. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കീടം, ആ കീടത്തിന് കോൺഷ്യസ്നെസ് ഉണ്ട്, ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എല്ലാ ബീയിങ്സിനും ഉണ്ട്. അവരുടെ നാഡികളുടെ കേപ്പബിലിറ്റി അനുസരിച്ച്, അവരുടെ മസ്തിഷ്കത്തിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ടുള്ള സങ്കീർണത ഓരോരുത്തർക്കും ഉണ്ട്. നമ്മുടെ മസ്തിഷ്കം ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്തതുകൊണ്ട്, നമ്മുടെ മസ്തിഷ്കം ഡെവലപ്പ് ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10,000 വർഷമായിട്ട് കൃഷി കണ്ടെത്തിയോടുകൂടി ധാരാളം സമയം കിട്ടി, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടി. ഇപ്പോൾ ഇന്ന് ഞാൻ വായിച്ചാണ്, ബോൺ മാരോ ധാരാളം കഴിച്ചതുകൊണ്ടാണ് പ്രാചീന മനുഷ്യന് കുറച്ചുകൂടി അത്രയും കലോറിഫിക് കണ്ടൻറ്റ് അകത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ ചിന്തിക്കാനൊക്കെ ആയിട്ട് പ്രാപ്തി നേടിയെന്നു. അപ്പോൾ ആ രീതിയിലുള്ള പ്രാപ്തി നേടി മസ്തിഷ്കം ത്തിൻ്റെ ഒരു എമർജൻറ്റ് ക്വാളിറ്റിയാണ് ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഡെപ്തുള്ള കോൺഷ്യസ്നെസ്സും അതിൽ നിന്നുള്ള വികാസവും ഒക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഡിനോസറുകൾ മണ്ണടിഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കോൺഷ്യസ്നെസ് ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഡിനോസറിൻ്റെ ഒരു രൂപമായിരിക്കും. 5.5 അടി ഉയരമുള്ള വളരെ ദീർഘമായിട്ടുള്ള ഒരു പേരുള്ളതാണ്. അതിൻ്റെ പേരിപ്പോൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ആ രീതിയിലുള്ള ഡിനോസറുകളായിരിക്കും ഈ രീതിയിലുള്ള സാങ്കേതികവും ശാസ്ത്രീയവുമായിട്ടുള്ള പുരോഗതിക്ക് മുന്നേറ്റം നൽകുന്നത് ശരിക്കും. അപ്പോൾ ഇത് ശരിയാണ്. ഈ കോൺഷ്യസ്നെസ് ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടിയായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് വെൻ മാറ്റർ becomes more and more complex, ആ കോംപ്ലക്സിഫിക്കേഷൻ്റെ ഒരു റിസൾട്ടായിട്ട് ദിസ് എമർജൻറ്റ് പ്രോപ്പർട്ടീസ് എമർജ് ചെയ്യും. അത് ശരിയാണ്. പക്ഷേ ഈ മാറ്ററിന് ഈ എമർജൻറ്റ് പ്രോപ്പർട്ടി കൊടുക്കാനുള്ള കഴിവ് എവിടെ നിന്ന് വന്നു? അതൊരു സ്വമേധയാ ഉണ്ടാകുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് പ്രോട്ടോണുകളുണ്ടായി, എന്തുകൊണ്ട് ന്യൂട്രോണുകളുണ്ടായി, എന്തുകൊണ്ട് പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നിട്ട് ആണവ കേന്ദ്രങ്ങളുണ്ടായി? അതിൻ്റെ രീതിയാണ്, യൂണിവേഴ്സിൻ്റെ ഒരു രീതിയാണത്. ഈ രീതിയിലല്ലായിരുന്നെങ്കിൽ മറ്റൊരു രീതിയിലായിരുന്നേനെ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ലോക്ക് വർക്ക് യൂണിവേഴ്സ്, ഈ രീതിയിലുള്ള ഘടകങ്ങൾ നമ്മളൊരു തിരക്കഥ തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് യൂണിവേഴ്സിനെ ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ രീതിയിൽ കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ മറ്റൊരു രീതിയിലായിരുന്നേനെ. രീതിയല്ല ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഉത്ഭവം എവിടുന്ന്, ആദ്യ ഉത്ഭവം എവിടുന്ന് വന്നു എന്നുള്ളതാണ്. അല്ല, ഉത്ഭവം ബാക്ടീരിയയ്ക്ക് തന്നെ ഉണ്ട്. അതായത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ബാക്ടീരിയ സെല്ലുകളുടെ ഉള്ളിൽ കയറിപ്പറ്റി. സെല്ലെന്ന് പറയുന്ന ആദ്യ സെല്ലിൻ്റെ പ്രോട്ടോ സെല്ലിനകത്ത് മൈറ്റോകോൺട്രിയ കയറിപ്പറ്റി. ആരാണ് മൈറ്റോകോൺട്രിയയോട് പറഞ്ഞത്? മൈറ്റോകോൺട്രിയ ആ സെല്ലിലേക്ക് കയറിയിരിക്കൂ, ഇറ്റ് വിൽ ഗിവ് സിംബയോട്ടിക് അറേഞ്ച്മെൻറ്റ്. അതായത് നിങ്ങൾക്ക് സസുഖം അതിൽ കഴിയാം, സെല്ലിനും ഗുണം കിട്ടും, നിങ്ങൾക്കും ഗുണം കിട്ടും. ആരും പറഞ്ഞില്ല. അതിൻ്റെ ഒരു സ്വമേധയാ അതങ്ങനെ ആയതാണ്. അത്തരത്തിലുള്ളതാണ്. കോൺഷ്യസ്നെസ്സിനെയും ആ രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് വിവരിക്കാനായിട്ട് സാധിക്കും. First law of thermodynamics will not allow any സ്വമേധയാ business. That is, this band. സ്വമേധയാ nothing happens. That is the first law of thermodynamics. കോസ് ആൻഡ് ഇഫക്റ്റ് ചില കാര്യങ്ങളിൽ കോസ് ആൻഡ് ഇഫക്റ്റ് തീർച്ചയായിട്ടും 3,80,000 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയിൽ നമുക്ക് കോസ് ആൻഡ് ഇഫക്റ്റിനെ കുറിച്ചിട്ടുള്ള ആശയങ്ങൾ നമുക്കിനി ലഭിക്കത്തേ ഉള്ളൂ. ലഭിച്ചേക്കുമായിരിക്കും. പക്ഷേ കോസ് ആൻഡ് ഇഫക്റ്റ് ദർ ഈസ് നോ റീസൺ ടു
മലയാളത്തിൽ പറയണം അല്ലേ, കോസ് ആൻഡ് ഇഫക്റ്റ് നമുക്ക് ഇതെങ്ങനെ ഇതെല്ലാം ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ അതിനെപ്പറ്റി അറിവ് കിട്ടിയേക്കുമായിരിക്കും. പക്ഷേ കോസ് ആൻഡ് ഇഫക്റ്റ് എന്നുള്ള ആ റിലേഷൻഷിപ്പ് പോയിന്ന് വരത്തില്ല. ക്വാണ്ടം യാതൊരു കാരണം അല്ല, അതിന് വയലേറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ക്വാണ്ടം കൺസെപ്റ്റ്സിൽ ഇഫക്റ്റ് കോസിന് കാരണമാകുന്ന സന്ദർഭങ്ങളുണ്ട്. ഉണ്ട്. എനിക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഞാൻ അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, നമ്മുടെ വിശ്വാസം ഈസ് ഡിഫറെൻറ്റ്. കാരണം നമ്മളിപ്പോൾ ഒരു സയൻറ്റിഫിക് കൺസെപ്റ്റിൽ തെളിവില്ല, വിശ്വാസം തെളിവില്ല എന്നുള്ളതല്ല, നമുക്കിപ്പോൾ തെളിവ് കണ്ടെത്താം. തെളിവ് തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ക്വാണ്ടം റിയാം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ളതാണ്. ക്വാണ്ടത്തിൻ്റെ ആ ഒരു മേഖല വളരെ സങ്കീർണമായ മേഖലയാണ്. അത് നമുക്ക് സങ്കീർണമായിട്ടുള്ള പരീക്ഷണശാലകളിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് ഒരു ഒബ്സർവേഷണൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണശാലകളിൽ മാത്രമേ, അത്യൂർജത്തിൽ മാത്രമേ നമുക്കത് സാധിക്കത്തുള്ളൂ. അത്യൂർജത്തിൽ കാണാൻ പറ്റിയേക്കാം. പക്ഷേ ഏത് ഊർജത്തിൽ കണ്ടാലും from nothing comes. That is a fundamental law of physics. Okay. That cannot be violated. And Stephen Hawking is violating it. And സാറിൻ്റെ സ്റ്റീഫൻ ഹോക്കിംഗ് എങ്ങനെ വയലേറ്റ് ചെയ്യുന്നതെന്നാണ് സാർ പറയുന്നത്? എനിക്ക് Stephen Hawking, the universe was here all the time. How can it be from all the time? Universe ഞാൻ ചോദിക്കട്ടെ, അല്ലാതെ എങ്ങനെ നമുക്കൊരു യൂണിവേഴ്സിനെ കൺസെപ്റ്റ് വേറെ ഏതെങ്കിലും അത് സെൽഫ് കോസ്റ്റ് ആവാൻ പറ്റത്തില്ല. യൂണിവേഴ്സ് കനോട്ട്. അല്ല, ഞാൻ പറയട്ടെ, യൂണിവേഴ്സിനെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം. യൂണിവേഴ്സിനെ സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കണ്ട. ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ദെയർ. നമ്മുടെ സാധാരണ ചിന്തകൾക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇടമാണ് പ്രപഞ്ചം. അതിൻ്റെ ഒരു ചെറിയ പ്രദേശത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് അറിയാവൂ. 1382 കോടി പ്രകാശ വർഷം വലിപ്പമുള്ള പ്രദേശത്തെക്കുറിച്ച് മാത്രമേ നമുക്കറിയാവൂ. നമ്മുടെ ഇപ്പോഴത്തെ ആശയം അനുസരിച്ച് എൻ്റെ വലിപ്പം തന്നെ 9300 കോടി പ്രകാശ വർഷം. അത് തന്നെ കറക്റ്റാണെന്നില്ല. നമ്മുടെ മൾട്ടിവേഴ്സ് തിയറി അനുസരിച്ച് അനേകം പ്രപഞ്ചങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഘടകങ്ങൾ മാത്രമാണ് യഥാർത്ഥമെന്നും അതിലെ ഈ സംഭവങ്ങൾ മാത്രമാണ് ഫൈനലെന്നും നമുക്ക് കരുതിയിരിക്കാൻ പറ്റില്ല. നമുക്ക് പ്രപഞ്ചത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ചം ഈ സങ്കീർണതയിൽ നിന്നും സരളതയിലേക്ക് പോവുകയാണ് നമ്മുടെ താപഗതികത്തിലെ 2ാം നിയമം അനുസരിച്ച്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച്. പക്ഷേ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം മനുഷ്യൻ, ഭൂമി, ഈ 4% വരുന്ന ദ്രവ്യം, അതൊക്കെ അതിനൊരു എഗൻസ്റ്റാണത്. അതെന്തുകൊണ്ട് അങ്ങനെയാവുന്നു? പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് പ്രപഞ്ചം ഇങ്ങനെ നേർത്ത് വന്നുകൊണ്ടിരിക്കും. വികസിച്ച് കണങ്ങളെല്ലാം വിട്ടുമാറി അടുത്ത ഒരു 5000 8,000 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ പ്രപഞ്ചം വളരെ തണുത്ത ഒരു പ്രദേശമായി മാറും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ കൺഫോർമൽ സൈക്ലിക് കോസ്മോളജി എന്ന് പറയുന്നത്. അത്തരം തണുത്ത പ്രദേശത്ത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കൃത്യമായിട്ട് വരികയും ആ ഒരു ഇടത്ത് നിന്നും പുതിയൊരു അതൊരു സിംഗുലർ അവസ്ഥയാണ്. ആ സിംഗുലർ അവസ്ഥയിൽ നിന്നും വീണ്ടും ഒരു മഹാസ്ഫോടനം പോലെയുള്ളൊരു എമർജൻസ് ഉണ്ടാകും. അതിൻ്റെ ഒരു തുടർച്ചയാണ് ശരിക്കും പ്രപഞ്ചത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അതിൻ്റെ സൂചനകൾ നമുക്ക് ഡാർക്ക് മാറ്റർ പോലെയുള്ള ഘടകങ്ങളിൽ നമുക്ക് ലഭിക്കും. അതായത് പഴയ പ്രപഞ്ചത്തിലുള്ള ബ്ലാക്ക് ഹോളുകളുടെ ഘടകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ലാഞ്ചനകൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ദൃശ്യമാകും ഡാർക്ക് മാറ്റർ പോലെയുള്ള ഘടകങ്ങളിൽ എന്ന് പ്രമുഖനായ റോജർ പെൻറോസിൻ്റെ ആശയമുണ്ട്. ഇപ്പോൾ 3-4 ആശയങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ നാർലിക്കറിൻ്റെ ആശയത്തിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്തില്ല. ക്വാസി സ്റ്റഡി സ്റ്റേറ്റ് മോഡൽ, ഓരോ 5000 വർഷങ്ങൾ കൂടുമ്പോഴും ഓരോ ഇടത്തു നിന്നും ഒന്നുമില്ല നമ്മുടെ സ്പേസിൽ നിന്നും ദ്രവ്യമുണ്ടാകുകയും പ്രപഞ്ചമുണ്ടാകുകയും വികസിച്ച് ഈ രീതിയിൽ വരികയും വീണ്ടും അത്തരത്തിലുള്ളൊരു ക്വാസി സ്റ്റഡി സ്റ്റേറ്റ് മോഡലാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം ഒരു നിശ്ചിതമായ ഒരു മോഡൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. എല്ലാ ആശയങ്ങളും കൺവെർജ് ചെയ്യുന്ന ഒരു ഇടം എന്ന് നമുക്ക് സിംഗുലാരിറ്റിയെ പറയാനും പറ്റില്ല. സിംഗുലാരിറ്റി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു സ്റ്റേറ്റാണ്. നമ്മുടെ ഇന്നത്തെ ഭൗതികശാസ്ത്രം വെച്ചുകൊണ്ട് അതിനെ വിവരിക്കാൻ സാധിക്കില്ല. ഭാവിയിലെ ഭൗതികം ചിലപ്പോൾ അതിനെ വിവരിക്കാൻ സാധ്യതയുണ്ട്. ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറയുന്ന ആശയം അതിലേക്ക് വെളിച്ചം വീശുമെന്നാണ് കരുതുന്നത്. സ്റ്റീവൻ ഹോക്കിങ്ങിൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആവശ്യമില്ല. ഗോഡ് ഈസ് നോട്ട് നീഡഡ് എന്ന് പറയുന്നു.
സ്റ്റീവൻ ഹോക്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് ഇതാണ് എനിക്ക് തോന്നുന്നത്. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് വരെ ഒരു ഏജൻസിയെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ്. അതാണ് പുള്ളിയുടെ ആർഗ്യുമെൻ്റ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇത് അവിടെയും വരുന്നത് ഇതാണ്, പുള്ളിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് യൂണിവേഴ്സാണ്. യൂണിവേഴ്സിനെ ഒരു ഈസ് ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ്. അത് എങ്ങനെ അത് ഫിലോസഫിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരണീയമല്ല. കാരണം ഈ ടേക്കിംഗ് യൂണിവേഴ്സ് ഫോർ ഗ്രാൻറ്റഡ് ആസ് ദോ ഇറ്റ് ക്യാൻ കം ബൈ ഇറ്റ് സെൽഫ്, ഇറ്റ് സെൽഫ് മെയ്ഡ് എന്ന് പറയുന്നത് ഫിലോസഫേഴ്സിന് അക്സെപ്റ്റഡ് ആയിട്ട് തോന്നുന്നില്ല. ഹോക്കിങ്ങിനുള്ളൊരു ഗുണമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റും ഒരു ദാർശനികനും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടിലെയും ആശയങ്ങൾ അദ്ദേഹം സ്വാംശീകരിച്ചുകൊണ്ടുള്ള വിവരണങ്ങൾ അദ്ദേഹത്തിന് നടത്താനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്നുള്ള നിരീക്ഷണ വിവരങ്ങൾ വെച്ചുകൊണ്ട് സൈദ്ധാന്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, ഇന്ന് കാണുന്ന ഘടകങ്ങൾക്ക് ഇത്ര കാലത്തിന് മുമ്പ് ഒരു തുടക്കമുണ്ടായിരുന്നു. ആ തുടക്കമുണ്ടായത് എങ്ങനെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിവരിക്കാനായിട്ട് സാധിക്കും. ഒരളവ് വരെ നമുക്ക് പരീക്ഷണശാലകളിൽ അത് സൃഷ്ടിച്ച് കാണിക്കാനും സാധിക്കും. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ഡെപ്തിലോട്ടുള്ള, അതായത് അതിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള അവസ്ഥകളെയാണ് നമുക്കിപ്പോൾ തൽക്കാലം വിവരിക്കാൻ സാധിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സെൽഫ് കണ്ടെയ്ൻഡ് അല്ലെന്നുണ്ടെങ്കിൽ സെൽഫ് മെയ്ഡ് അല്ല എന്ന് നമുക്കൊരു അനുമാനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല. ഫിലോസഫേഴ്സ് ഇതിനകത്ത് അധികം ഒരു ഉൾക്കാഴ്ച നൽകുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഐഡിയാസ് ഇതിൽ നിന്നും ലഭിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹോക്കിംഗ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഫിലോസഫി ഈസ് ഡെഡ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഗ്രാൻഡ് ഡിസൈനിൽ. ഓക്കെ, യെസ്, പുള്ളി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ശരിയാണെന്ന് നിർബന്ധമില്ല. പലതും എനിക്കറിയാം. ഹോക്കിനെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹോക്കിങ്സിൻ്റെ കാരണം ഈ പുതിയ ആശയങ്ങളുമായിട്ട് ഒത്തുചേർന്ന് ഫിലോസഫേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. പുതിയ ആശയങ്ങളെ അവർ സ്വാംശീകരിച്ചിട്ടില്ല. അവരിന്നും കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ നിലനിൽക്കുകയാണ്. പുതിയ ആശയങ്ങൾ, ക്വാണ്ടം ഫിസിക്സിലെ ആശയങ്ങൾ അവർ സ്വാംശീകരിച്ചിട്ടില്ല. അതിലെ പുതിയ ആശയങ്ങൾ വരുന്നില്ല. ഇപ്പോൾ അനലിറ്റിക്കൽ ഫിലോസഫി വെച്ചിട്ട് നമുക്കൊന്നും നേടാനായിട്ട് സാധിച്ചിട്ടില്ല. പണ്ടുകാലത്തെ ഡെക്കാർട്ടയുടെയോ അതിന് ശേഷമുണ്ടായിട്ടുള്ള പല പ്രമുഖരായിട്ടുള്ള ഫിലോസഫേഴ്സിൻ്റെ ആശയങ്ങളല്ലാതെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എന്ത് മാറ്റമാണ് ഈ ഫിലോസഫിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്? എന്ത് മുന്നേറ്റമാണ് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്? ഓരോ മൂവ്മെൻറ്റ്സ് ഉണ്ടായി. ആ മൂവ്മെൻറ്റ്സ് അതേപടി അസ്തമിച്ചു പോവുകയാണ് ചെയ്തത്. ഡെക്കാർട്ടയുടെയും ഹ്യൂമിൻ്റെയും ലോക്കിൻ്റെയൊക്കെ ആശയങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ആശയങ്ങൾ നമുക്കിന്ന് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതൊരു പരിമിതിയല്ലേ? അപ്പോൾ ഫിലോസഫി ഇതിനകത്ത് ഒരു സഹായവും നമുക്ക് ശാസ്ത്രീയമായ മുന്നേറ്റം നൽകുന്നില്ല. പക്ഷേ ശാസ്ത്രജ്ഞർ തീർച്ചയായിട്ടും ഫിലോസഫിയിലെ ദർശനത്തിലെ ആശയങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ടാണ് അവരുടെ ആശയങ്ങൾ വിപുലീകരിക്കുന്നത്. അവരതിനെ അംഗീകരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരേ പാറ്റേണിലാണ് ഈ വിപുലീകരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിലെ മുന്നേറ്റങ്ങൾ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രപഞ്ചത്തിനെ കുറിച്ചിട്ടുള്ളൊരു സമ്പൂർണ്ണമായ വിവരണം നൽകും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ തരുണത്തിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫിലോസഫി ഓഫ് സയൻസ് വന്നിരിക്കുന്നത്. ഫിലോസഫിയുടെ കാലം കഴിഞ്ഞായിരിക്കും, ഫിലോസഫി ഓഫ് സയൻസിൻ്റെ കാലം കഴിഞ്ഞില്ല. ഓക്കെ, ഒരു ചോദ്യം കൂടെ, ലാസ്റ്റ് ചോദ്യമാണ്. ഈ ഡേവിഡ് ബോം പറയുന്നു, നമ്മളുടെ ഡേവിഡ് ബോം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് റിയാലിറ്റി ഡുവലിസ്റ്റിക് അല്ല, ട്രൈപ്പർട്ടൈറ്റ് ആണ്. അതായത് ഫുൾ റിയാലിറ്റിയിൽ 3 ഭാഗങ്ങളുണ്ട്. മാസ്, എനർജി അക്കോർഡിംഗ് ടു സ്പെഷ്യൽ തിയറി റിലേറ്റിവിറ്റി, അതുപോലെ തന്നെ കോൺഷ്യസ്നെസ്, തേർഡ് വൺ. ഇത് 3ഉം കൂടെ നമ്മൾ കണക്കിലെടുത്താൽ മാത്രമോ ഫുൾ റിയാലിറ്റി നമുക്ക് എടുത്തുള്ളൂ. ഈ 3ാമത്തെ ഭാഗം കോൺഷ്യസ്നെസ് ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ബോം പറയുന്നത്, ഞാൻ അതിൻ്റെ തിയറീസ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബോം നേരത്തെ പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലായിരിക്കാം. അപ്പോൾ ഈ കോൺഷ്യസ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കോൺഷ്യസ്നെസ് ഈ ഹോക്കിങ് അതിനെപ്പറ്റി സംസാരിക്കുന്ന പോലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹോക്കിങ്ങിൻ്റെ തിയറി വെച്ച്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിനെ പറ്റി നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഭൗതികമായ ഒരു അടിസ്ഥാനം കോൺഷ്യസ്നെസ്സിന് നമുക്ക് കൽപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. കാരണം നമ്മുടെ പ്രപഞ്ച സങ്കല്പം നമ്മുടെ മൈൻഡിനെയും നമ്മുടെ കോൺഷ്യസ്നെസ്സിനെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ നമ്മുടെ ടോപ്പ് ഡൗൺ കോസ്മോളജി ഹോക്കിംഗ് പറഞ്ഞത് നമുക്കിവിടെ കൊണ്ടുവരേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞത് വി ആർ ദ ക്രിയേറ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രപഞ്ചത്തിനെ കാണാനും അതിൻ്റെ തുടക്കത്തിനെ മാറ്റിമറിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതിന് മീൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്യൂർലി സബ്ജക്റ്റീവ്. നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയുടെ ഒരു പരിമിതിയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ് ഈസ് പ്യൂർലി സബ്ജക്റ്റീവ്. ദ യൂണിവേഴ്സ്, എവറിഥിങ് ഈസ് പ്യൂർലി സബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോൺഷ്യസ്നസ്. കോൺഷ്യസ്നെസ്സിന് ഫിസിക്കൽ റിയാലിറ്റിയാണ്. കോൺഷ്യസ്നസ് ഒരു ഫിസിക്കൽ റിയാലിറ്റിയാണ്. കാരണം ഇറ്റ് എമേർജസ് ഫ്രം ഫിസിക്കൽ എലമെൻറ്റ്സ്. അപ്പോൾ അതിനൊരു ഫിസിക്കൽ ഒരു അടിസ്ഥാനം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്സാണ് കെമിസ്ട്രിയുടെ അടിസ്ഥാനം, കെമിസ്ട്രിയാണ് ബയോളജിയുടെ അടിസ്ഥാനം. അപ്പം എവറിഥിങ് ഒറിജിനേറ്റ്സ് ഫ്രം ദി ബേസിക് തിങ്. അടിസ്ഥാനമായിരിക്കാം, പക്ഷേ റിഡക്ഷനിസ്റ്റ് ആയിട്ടില്ല. എമർജൻസീസിനാണ് റിഡക്ഷനിസ്റ്റ് പ്രോപ്പർട്ടി. See, the views will be different, but you can reduce it to basic elements. തീർച്ചയായിട്ടും. കാരണം എമർജൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എലമെന്റ്സ് വേണ്ടേ? ഇഫ് യൂണിവേഴ്സ് ഹാസ് ടു എമർജ്, there should be something. Energy should be there to emerge. ഓക്സിജനും ഹൈഡ്രജനും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഉണ്ടാവും. വാട്ടർ പക്ഷേ ഓക്സിജൻ്റെ പ്രോപ്പർട്ടിയും വാട്ടറിൻ്റെ പ്രോപ്പർട്ടിയും തമ്മിൽ വളരെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് വെറും ഓക്സിജനും ഹൈഡ്രജനും വന്നുകൊണ്ട് മാത്രമായിട്ടില്ല, അതൊരു പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആണ് ഈ എമർജൻറ്റ് പ്രോപ്പർട്ടി വരുന്നത്. കറക്റ്റ്. ഞാൻ നോക്കുമ്പോൾ സംതിങ് മോർ ദാൻ ജസ്റ്റ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഞാൻ നോക്കുമ്പോഴാണത് വാട്ടറായിട്ട് എനിക്ക് തോന്നുന്നത്. ദർ ക്യാൻ ബി അതർ ഇൻസ്റ്റൻസസ് വേർ ഇറ്റ് ഇസ് നോട്ട് വാട്ടർ. എനിവേ സോ ഇതായിരുന്നു കുറേ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു കേട്ടതിൽ. ഗ്രാവിറ്റേഷൻ വേവ്സ് സാറ് പറഞ്ഞതുപോലെ ഒരു പുതിയ സയൻറ്റിഫിക് ഫീൽഡ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. സാറ് പറഞ്ഞ പോലെ 380,000 ഇയേഴ്സ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ആദ്യം മുതൽ അറിയത്തില്ല. അത് അറിയാൻ സാധിക്കാത്തതിൻ്റെ കാര്യം ഇതാണ്. അവിടെ ആ സമയത്ത് ഇതൊരു പ്ലാസ്മ സ്റ്റേറ്റിലായിരുന്നു. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ സ്റ്റേറ്റിലായിരുന്നു. അതിലേക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അത് അപ്പോൾ ആ സമയത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനേ ഇല്ല, ഫോട്ടോൺസേ ഇല്ല. ഫോട്ടോൺ ഉണ്ടായത് 3,80,000 വർഷം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതേസമയം ഗ്രാവിറ്റേഷൻ വേവ്സ് ഈ റെസ്ട്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ഉള്ളിലേക്ക് കയറും. അങ്ങനെ കയറി കഴിയുമ്പോഴത്തേക്കും ഗ്രാവിറ്റേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓർ ആസ്ട്രോണമി ആൻഡ് ഒപ്റ്റിക്സ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനെപ്പറ്റി അറിയുവാൻ സാധിച്ചേക്കും. അപ്പോൾ അതുപോലെ തന്നെ ഡാർക്ക് എനർജിയെപ്പറ്റിയും നമുക്ക് അറിയുവാൻ സാധിച്ചേക്കും. ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററിനെ പറ്റിയൊക്കെ അറിയാൻ സാധിച്ചേക്കും. അപ്പോൾ സാറിൻ്റെ അഭിപ്രായം എന്താണ് ഈ കാര്യങ്ങളെപ്പറ്റി? ഇതിൻ്റെ സാധ്യതകൾ എന്താണ്? ഇതൊരു വെറും ഒപ്റ്റിമിസ്റ്റിക് വ്യൂ ആണോ അതെയോ ഒരു റിയലിസ്റ്റിക് വ്യൂ ആണോ? പ്രമുഖനായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആശയമാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ്. കാരണം അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ചിട്ട് മാസുള്ള വസ്തുക്കൾ സ്പേസിലും ടൈമിലും കർവേച്ചർ ഉണ്ടാക്കും. അപ്പോൾ വളരെയധികം മാസുള്ള വസ്തുക്കൾ ആ രീതിയിലുള്ള കർവേച്ചർ ഉണ്ടാക്കുകയും ചെയ്യും. പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെയധികം കർവേച്ചറുള്ള ഒരിടമായിരുന്നു. നമ്മുടെ ഇപ്പോൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലത്തിൽ വളരെ ഇൻഫിനിറ്റ് കർവേച്ചറുള്ള ഇടമായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലാണ് സ്പേസും ടൈമും തന്നെ ഉണ്ടായത് തന്നെ. അപ്പോൾ ആ രീതിയിലുള്ള ഇവൻറ്റിൽ ഉണ്ടായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ മിനിസ്ക്യൂളാണ്, കണ്ടെത്താൻ പറ്റില്ല. അത് നിലനിൽക്കുന്നുണ്ട്. പ്രൊഫസർ ഹോക്കിങ്ങിൻ്റെ PhD തീസിസിൽ ഈ ഗ്രാവിറ്റേഷൻ വേവ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് അദ്ദേഹം ആഴ്ന്നിറങ്ങില്ല, മറ്റ് മേഖലകളിലേക്ക് പോയി. ഇന്ന് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ലൈഗോ നിരീക്ഷണാലയം കണ്ടെത്തിയിട്ടുള്ള രണ്ട് ബ്ലാക്ക് ഹോളുകൾ മെർജ് ചെയ്തതിൽ നിന്നുള്ള സ്പേസ് ടൈമിലെ വേവ്സാണ്. ദാറ്റ് മീൻസ് യൂണിവേഴ്സ് ഇസ് സ്പേസ് ടൈം ഫാബ്രിക്കാണ്. അപ്പോൾ ഈ രണ്ട് മാസുള്ള, സൂര്യനേക്കാൾ 20 മടങ്ങും 30 മടങ്ങും മാസുള്ള രണ്ട് ബ്ലാക്ക് ഹോൾസ് മെർജ് ചെയ്തതിൽ നിന്നാണ് ആ ഒരു അതിൻ്റെ എനർജി ഗ്രാവിറ്റേഷണൽ വേവ്സായിട്ട് സ്പ്രെഡ് ചെയ്തപ്പോൾ
ഈ സ്പേസ് തന്നെ വേവ് നേച്ചറിൽ ഇങ്ങനെ പടർന്നു. സ്പേസ് ടൈം വേവ് നേച്ചറിൽ പടർന്നു. അതിപ്പോൾ ഭൂമിയിലും കൂടെയും കടന്നുപോയി. സ്പേസ് ടൈമിലൂടെ ഗ്രാവിറ്റേഷണൽ വേവ്സ് കടന്നു പോയത് ഭൂമിയിലൂടെയും കടന്നു പോകും. ഭൂമിയിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ ഉള്ളിലൂടെയും ഒക്കെ ഇത് കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെയും സ്പേസിൽ അതിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വളരെ ഡെലിക്കേറ്റാണ്. അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷ്മമായ ഡിറ്റക്ടറുകൾ വേണം. അതാണ് ലൈഗോയിൽ കണ്ടുപിടിച്ചത്. ഈ രീതിയിലുള്ളൊരു ബ്ലാക്ക് ഹോൾ മെർജറിലുണ്ടായിട്ടുള്ള ആ ഒരു ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് പ്രപഞ്ചമെങ്ങും ഉണ്ട്. ഇത് പ്രപഞ്ചമെങ്ങും പടരുന്നുണ്ട്. പല രീതിയിലുള്ള ആസ്ട്രോണമിക്കൽ ഇവൻറ്റ്സിൽ ഇത് രീതിയിലുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സ് പടരുന്നുണ്ട്. 6ഓളം മെർജറുകൾ, വലിയ ഇവൻറ്റ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് പുതിയൊരു ജ്യോതിശാസ്ത്ര ശാഖയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതാണ് ഗ്രാവിറ്റേഷണൽ വേവ് ആസ്ട്രോണമി. നമുക്കിപ്പോൾ ന്യൂട്രിനോ ആസ്ട്രോണമി ഒക്കെ അൾട്രാവയലറ്റ് ഒക്കെ ഉണ്ട്. സോറി. അപ്പോൾ ഈ രീതിയിലുള്ള ആസ്ട്രോണമി ഉണ്ട്. അതിലൊരു പുതിയൊരു അഡീഷൻ കൂടിയാണ് ഗ്രാവിറ്റേഷണൽ വേവ് ആസ്ട്രോണമി. ഇതിൽ നിന്നും നമുക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ഗ്രാവിറ്റേഷണൽ വേവ് സ്പ്രെഡ് ചെയ്യുന്നത് തന്നെ സ്പീഡ് ഓഫ് ലൈറ്റിലാണ്, ലൈറ്റിൻ്റെ സ്പീഡിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചിട്ടുള്ള പുതിയ ആശയങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ലഭിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം ഇതിൻ്റെ ഒറിജിൻ, ഈ ഗ്രാവിറ്റേഷണൽ വേവ് ഒറിജിൻ ഉണ്ടായിട്ടുള്ളത് യൂണിവേഴ്സിൻ്റെ ഒറിജിൻ സമയത്താണ്. അതിവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ മറ്റേ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ പോലെ തന്നെ ഗ്രാവിറ്റേഷണൽ വേവ്സും ആ സമയത്തുണ്ടായത് നിലനിൽക്കുന്നുണ്ട് പ്രപഞ്ചത്തിൽ. അതിന് നാശമില്ല. കാരണം അതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് അത് ഇല്ലാതാകുന്നില്ല, അതിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥയെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലും അതിൻ്റെ നിരീക്ഷണാലയങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയ ആശയങ്ങൾ അതിനകത്ത് നമുക്ക് ലഭിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കോസ്മോളജി ബാല്യശാഖയിലാണ്. ഇനി ധാരാളം ഡെവലപ്മെൻറ്റ്സ് നമുക്കുണ്ടാകാൻ. പക്ഷേ എനിക്ക് സല്യൂട്ട് ചെയ്യാനുള്ളത് ആൽബർട്ട് ഐൻസ്റ്റൈനെയാണ്. സ്റ്റിൽ ഹീസ് റെലവൻറ്റ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ ആശയങ്ങളും തെളിയിക്കപ്പെടുകയും വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിശയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് തുല്യനായിട്ടുള്ള മറ്റൊരു സയൻറ്റിസ്റ്റും ഇല്ല. ശരിയാണ്. അപ്പോൾ സാറിൻ്റെ അറിവ് വെച്ചുകൊണ്ട്, സാറിൻ്റെ വിസ്തൃതമായ റീഡിങ്സും തിങ്കിങ്ങൊക്കെ വെച്ചുകൊണ്ട് നമ്മളുടെ ഈ സയൻസിൻ്റെ ഫ്യൂച്ചർ എന്താണ്, എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ആൽബർട്ട് സ്റ്റീഫൻ ഹോക്കിങ് പുള്ളിയുടെ ചെയർ, അതായത് കേംബ്രിഡ്ജിൽ ന്യൂട്ടൻ്റെ ചെയർ ഓക്യുപ്പൈ ചെയ്തപ്പോൾ പറഞ്ഞു ഫിസിക്സ് വിൽ ബി ഓവർ ഇൻ അബൌട്ട് 18 years or something like that. ഫിസിക്സിൻ്റെ ഒരു സയൻസിൻ്റെ ഫ്യൂച്ചർ എന്തായിട്ടാണ് സാറിന് തോന്നുക? സയൻസിൻ്റെ ഫ്യൂച്ചർ നല്ല ഒരു ഇറ്റ് ഹാസ് ഗോട്ട് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. കാരണം സയൻസും ടെക്നോളജിയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഇനിയുള്ള പ്രോഗ്രസ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ എക്സ്പെരിമെൻറ്റ്സ്, ഇപ്പം തിയറീസ് ഉണ്ടാകുന്നത് എക്സ്പെരിമെൻറ്റ്സിലൂടെയാണ്. ഇപ്പം എക്സ്പെരിമെൻ്റൽ എവിഡൻസാണ് നമുക്കിപ്പം പല പുതിയ ഐഡിയാസും രൂപപ്പെടുത്താനായിട്ട് സഹായമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ടെക്നോളജിയുടെ വിജയമാണ്. ധാരാളം പണച്ചിലവുള്ള ഒരു ഇടപാടാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും പല രാജ്യങ്ങൾ ഒത്തുചേർന്ന് CERN പോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം മുന്നേറാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അത് കുറച്ച് രാജ്യങ്ങൾ ചേർന്ന് ഉള്ള ഒരു സംരംഭമാണ്. അതിൽ നിന്ന് നമുക്ക് ധാരാളം വിവരങ്ങൾ നമുക്ക് കിട്ടി, എങ്ങനെ സ്പേസിൽ കഴിയാം. അതുമാത്രമല്ല പല പരീക്ഷണങ്ങളും നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ആ രീതിയിലുള്ളൊരു കളക്റ്റീവ് സെറ്റപ്പ്, പല രാഷ്ട്രങ്ങൾ ചേർന്നിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ശാസ്ത്രത്തിനും സാങ്കേതികതയ്ക്കും ധാരാളം മുന്നേറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനിയുള്ളത് ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് ആണ് വരാനായിട്ട് പോകുന്നത്. അത് നാച്ചുറൽ സെലക്ഷൻ രീതിയിലുള്ളൊരു പരിണാമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആണ്. കാരണം ഈ മെഷീൻ ഹ്യൂമനിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയ രീതിയിലുള്ള സൈബോർഗുകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രകൃതിയാവുള്ള ഒരു പരിണാമം തന്നെയാണ്. മനുഷ്യൻ തന്നെയാണ് അത് സൃഷ്ടിക്കുന്നത്. കാരണം നമുക്ക് പിറകോട്ടുള്ള ഈ മുന്നേറ്റങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ജീവികളൊക്കെ പരിണമിച്ച് വന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മസ്തിഷ്കത്തിൻ്റെ സങ്കീർണത അനുസരിച്ചുള്ള മുന്നേറ്റങ്ങൾ, സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബീവറിൻ്റെ കാര്യം നോക്കിക്കോളൂ, അത് അണക്കെട്ട്
ടിക്കറ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. ആ രീതിയിലുള്ള മനുഷ്യൻ ഈ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യൻ സാങ്കേതികമായിട്ട് പുരോഗമിച്ചുകൊണ്ട് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ രോഗാവസ്ഥകൾ ഇല്ലാതാക്കാനും ഒക്കെ സാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. 1000, 2000, 3000 വർഷമൊക്കെ ജീവിക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മനുഷ്യനിൽ നിന്നും വേറിട്ട് മറ്റൊരു ഉപകരണത്തിൽ കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാധ്യതകൾ വളരെ വലുതാണ്. നക്ഷത്രാന്തര യാത്രയും മറ്റുമൊക്കെ നമുക്ക് സാധിക്കും. അടുത്ത പരിണാമാവസ്ഥയെന്ന് പറയുന്നത് അതായിരിക്കും. നമ്മുടെ ഒരു അടുത്ത വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും നമ്മുടെ അടുത്ത പരിണാമഘട്ടം മനുഷ്യൻ്റെത്. അത് എപ്പോഴും നമുക്ക് ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസ് തന്നെയായിരിക്കും. അതാണ് ഹോക്കിങ്ങിൻ്റെയും ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും ആ രീതിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു സ്ട്രാപ്പ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഘടിപ്പിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് തോട്ട് വേവ്സ് റെക്കോർഡ് ചെയ്തിട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ചെറിയ രീതിയിലത്തെ ഒരു വിജയങ്ങളൊക്കെ അതിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി വിപുലപ്പെട്ട് വന്നു കഴിഞ്ഞാൽ കണങ്ങളൊക്കെ അടിസ്ഥാന കണങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ കൂടുതൽ നമുക്ക് വിപുലപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അതൊരു അടുത്ത ഒരു ട്രാൻസ് ഹ്യൂമണെന്നോ പോസ്റ്റ് ഹ്യൂമണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹോമോ പെർഫെക്റ്റസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാം. ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെയോ മറ്റ് ജനിതക രോഗങ്ങളെയൊക്കെ നമുക്ക് അടുത്ത 25-30 വർഷങ്ങൾക്കുള്ളിൽ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ജീൻ എഡിറ്റിങ്ങിലൂടെയും ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെയും ഒക്കെ നമുക്ക് ആ രോഗങ്ങളെ നമുക്ക് നിലനിർത്താനായിട്ട് നിർത്താൻ അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നീടുള്ള ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതും തീർച്ചയായിട്ടും സാധിക്കും. അതും നാച്ചുറൽ സെലക്ഷനിൽ നിന്നും വരുന്ന ഒരു എവല്യൂഷണറി ഘട്ടമായിരിക്കും അടുത്തത്. എനിക്ക് അത് ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ എവല്യൂഷൻ അല്ല, അത് ഇറ്റ് ഈസ് നാച്ചുറൽ എവല്യൂഷൻ, നാച്ചുറൽ സെലക്ഷൻ. ഈ ഐഡിയാസൊക്കെ ഉണ്ടല്ലോ, സ്റ്റോഫൻ ഹോക്കിങ്ങിന് മുമ്പായിട്ട് തന്നെ തേർഡ് ഷെഡാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജെസ്യൂട്ട് സയൻറ്റിസ്റ്റ്, തിയോളജിയൻ, തിങ്കർ ഉണ്ടായിരുന്നു. എന്നെപ്പോലെ ഒരു ജെസ്യൂട്ടായിരുന്നു. അങ്ങേരെ ഇതിനെപ്പറ്റി പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് എല്ലാം പാർട്ട് ഓഫ് ദി എവല്യൂഷണറി പ്രോസസ്. അതായത് മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എവല്യൂഷൻ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ഹ്യൂമൻസ്. ഇപ്പോൾ അതിനു മുമ്പ് നേച്ചറായിരുന്നു എവല്യൂഷനെ കൺട്രോൾ ചെയ്യുന്നത്. സർ, അത് ആർട്ടിഫിഷ്യൽ എവല്യൂഷൻ അല്ല, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് എവല്യൂഷൻ, ദാറ്റ്സ് എ നാച്ചുറൽ എവല്യൂഷൻ. കറക്റ്റ്. ഇപ്പം ഹ്യൂമൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഗൈഡ് ചെയ്യാൻ തുടങ്ങി ഈ എവല്യൂഷനെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രാൻസ്ഫോമോ സാപ്പിയൻസും പിന്നെ ഇതുപോലുള്ള സൈബോർഗും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ തേർഡ് ഷെഡാനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അർത്ഥവത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൈൻഡ് അപ്ലോഡിങ്ങിനെ കുറിച്ച് ചർച്ചകൾ വരുന്നുണ്ട്. അതായത് ഒരാളുടെ മനസ്സിലുള്ള അറിവുകളെ മൊത്തം മെഷീനിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പോൾ അത് ഭാവിയിലുള്ള ഒരു സാധ്യതയാണ്. ഇപ്പോൾ ഈ ടെക്നോളജി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മൈൻഡ് പൂർണ്ണമായിട്ടും, ഇപ്പോൾ ഹോക്കിങ്ങിൻ്റെ മൈൻഡ് മൊത്തം നമുക്കൊരു മെഷീനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ എക്സ്പെർട്ടീസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കറക്റ്റ്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ സാറിൻ്റെ ചിന്താഗതി എന്താണ്? റിലിജൻ എന്ത് സംഭവിക്കും? റിലിജൻ്റെ ഫ്യൂച്ചർ എന്താണ്? സയൻസിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞു. റിലിജൻ എന്ത് ഫ്യൂച്ചറാണ് സാറ് കാണുന്നത്? റിലിജൻ വിൽ റിമെയിൻ. കാരണം റിലിജനും എവല്യൂഷനും ഉണ്ടായിട്ടുണ്ട്. സാർ കഴിഞ്ഞ ഒരു 3,000-4,000 വർഷത്തെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് രീതിയിലൊക്കെ റിലീജൻ എവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. 4,000 വർഷങ്ങൾക്ക് 3,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന റിലീജൻ അല്ല ഇന്ന് ഈ 2018 അപ്പോൾ 2118 അല്ലെങ്കിൽ 2518 റിലീജൻ വ്യത്യസ്തമായിരിക്കും. റിലിജനും ഒരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ്. തീർച്ചയായിട്ടും റിലീജിയൻ എവല്യൂഷനുണ്ട്. സയൻസിന് എവല്യൂഷൻ ഉള്ളതുപോലെ സയൻസിന് പ്രോഗ്രസ് ഉള്ളതുപോലെ റിലീജിയനും പ്രോഗ്രസ് ഉണ്ട്. കാരണം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഹ്യൂമൻ ബ്രെയിനാണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ സ്പേസ് ടൈമിലൂടെ കടന്നു പോകുന്ന സ്ഥലകാലത്തിൻ്റെ അലകളാണ്. വളരെ ദ്രവ്യമാനമുള്ള ഘടകങ്ങൾ പരസ്പരം ചേരുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ അവയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴോ സ്ഥലകാലത്തിൽ ചെറിയ അലകളുണ്ടാവും. അത് വളരെ സൂക്ഷ്മമായ അലകളാണ്. നമ്മുടെ വളരെ സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളിൽ മാത്രമേ അത് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ഈ രീതിയിലുള്ള അലകളെക്കുറിച്ചിട്ടുള്ള ആശയം വിപുലീകരിച്ചത് മഹാനായ ആൽബർട്ട് ഐൻസ്റ്റൈനാണ്.
അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു ഫലം എന്തെന്നാൽ ദ്രവ്യമാനമുള്ള വസ്തുക്കൾ സ്ഥലകാലത്തിൽ വക്രതകളുണ്ടാക്കും, കർവേച്ചർ ഉണ്ടാക്കും. ഈ കർവേച്ചർ അതിൻ്റെ ദ്രവ്യമാനം വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള കർവേച്ചറും വളരെയധികം ഉണ്ടാകും. രണ്ട് വലിയ ദ്രവ്യമാനമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സൂപ്പർനോവ പോലെയുള്ള വലിയ പ്രദേശങ്ങൾ, ഇപ്പോൾ രണ്ട് ബ്ലാക്ക് ഹോളുകൾ മെർജ് ചെയ്തതിൽ നിന്നുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സാണ് നമ്മുടെ ലൈഗോ നിരീക്ഷണാലയം കണ്ടുപിടിച്ചത്. അത് സ്ഥലകാതലത്തിലുള്ള അലകൾ കിലോമീറ്ററുകൾ നീളമുള്ള നിരീക്ഷണശാലയിൽ സൂക്ഷ്മമായ ഉപകരണങ്ങളെ അതിൽ രേഖപ്പെടുത്തി. അതുപോലെ 6ഓളം ഈവൻറ്റ്സ് നമുക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഈവൻറ്റ്സ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തും നടക്കുന്നതിനെ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒബ്സർവേറ്ററികളിലൂടെ സാധിക്കും. അതിനൊരു പ്രത്യേക ശാസ്ത്രശാഖ തന്നെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്, ഗ്രാവിറ്റേഷണൽ വേവ് ആസ്ട്രോണമി, ജ്യോതിശാസ്ത്ര നിരീക്ഷണം ഗുരുത്വാകർഷണ തരംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്. ഭാവിയിൽ നമുക്ക് ഒരു പ്രതീക്ഷയുള്ളത് നമ്മുടെ പ്രപഞ്ചം 1382 കോടി വർഷം മുമ്പ് ഒരു സിംഗുലർ അവസ്ഥയിലാണ്, സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലവും കാലവും ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉത്ഭവിച്ചതെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും സ്ഥലത്തിനും കാലത്തിനും ഉത്ഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേകം അതിസാന്ദ്രമായ അതിശക്തമായ അത്യൂർജ്ജമുള്ള ആ ഒരു ഇവൻറ്റിൽ സ്ഥലകാലത്തിലെ അലകളും ഉണ്ടായിരുന്നിരിക്കണം. ആ സ്ഥലകാലത്തിലെ അലകൾ പ്രപഞ്ചം വികസിച്ചപ്പോൾ പ്രപഞ്ചത്തോടൊപ്പം തന്നെ പടർന്നിരിക്കണം. ആ അലകൾ ഇപ്പോഴും പ്രപഞ്ചത്തിൽ നിലനിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ അലകളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ആദ്യ ഘട്ടത്തെക്കുറിച്ച്, അതായത് നമുക്ക് ഇന്നിപ്പോൾ നിർവചനമില്ലാത്ത സിംഗുലാരിറ്റി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ സ്വായത്തമാക്കാനായിട്ട് സാധിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം ഇപ്പോഴുള്ളത്.